ഹലോ വെൽക്കം ബാക്ക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയുടെ പേരാണ് യൂഫോബിയ. 2026 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് മൂവിയാണ് ഇത്. കുറ്റം ചെയ്തവരാരാണെന്നും അല്ലെങ്കിൽ അതിന് വിരയാക്കപ്പെട്ട ഇര ആരാണെന്നും ഒക്കെ മുൻകൂട്ടി നമുക്ക് നേരത്തെ അറിയാവുന്നൊരു മൂവിയാണെങ്കിലും ഇതിൽ നല്ല ട്വിസ്റ്റും നല്ല സസ്പെൻസും എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ നിറഞ്ഞൊരു അടിപൊളി മൂവിയാണ്. ഈ മൂവി നേരിട്ട് കാണണമെന്നുള്ളവർക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്, മലയാളത്തിലും അവൈലബിൾ ആണ് കേട്ടോ. മൂവി നേരിട്ട് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ഹോട്ട്സ്റ്റാറിൽ നിന്ന് കാണാവുന്നതാണ് കേട്ടോ. കണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. കഥയുടെ ആദ്യ ഭാഗം കാണിക്കുന്നത് ഒരു കോടതിയാണ്. കോടതി മുറിയിൽ ഒരു ജഡ്ജിയും ഒരു അഡ്വക്കേറ്റും ഉണ്ട്. അഡ്വക്കേറ്റ് ഒരു കേസിൻ്റെ ഫയൽ കൊണ്ടുവന്ന് ജഡ്ജിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതുപോലെ ഒരു കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, കേസിന് വിധി പറയുന്ന എന്നെക്കാട്ടിലും ക്യൂരിയസ് ആണോ താങ്കൾ ഈ കേസിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയല്ല സർ, ഈ കേസിനൊരു പ്രത്യേകതയുണ്ട്. ഈ കേസിൽ പ്രതിയും വാദിയും ഒരേ ആൾ തന്നെയാണ്. താനൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു വ്യക്തി കുറ്റം സമ്മതിച്ചുകൊണ്ട് കൊടുത്ത കേസാണ്. അതിൽ അവരെ തന്നെ ശിക്ഷിക്കണം എന്നാണ് ഈ കേസ് കൊടുത്ത വ്യക്തി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജഡ്ജിനും അത് ഒരു രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും ആ കേസിൻ്റെ ഫയലൊക്കെ ഒന്ന് മറിച്ച് നോക്കുകയാണ്. അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കേസ് കൊടുത്ത വ്യക്തിയുടെ പേരാണ് വിന്ധ്യ വൈദ്യനാഥൻ. വിന്ധ്യ വൈദ്യനാഥൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. കോടതി മുമ്പിൽ തന്നെയുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. എന്നിട്ട് സ്വയം പറയുകയാണ്, ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും കാലം ഞാൻ വീട്ടിലിരുന്ന് ഈ ജീവിതം കൊണ്ട് അനുഭവിച്ചു, എന്നാൽ അതൊന്നും പോരാ, ഞാൻ ചെയ്ത തെറ്റിന് ഇതൊന്നും ശിക്ഷ എനിക്ക് കിട്ടിയത് പോരാ, എനിക്ക് കോടതി തന്നെ ശിക്ഷ തരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിന്ധ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് കോടതിയുടെ അകത്തേക്ക് പോവുകയാണ്. കോടതിയുടെ അകത്തേക്ക് പോകുന്ന വിന്ധ്യയെ അവിടെ കൂടി നിൽക്കുന്ന കോടതിയിൽ വന്നിട്ടുള്ള ആൾക്കാരും മറ്റ് അഡ്വക്കേറ്റ്സും എല്ലാവരും കാണുന്നുണ്ട്. പലരും പല പല അഭിപ്രായങ്ങൾ അതിൻ്റെ കൂടെ പറയുന്നുമുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇത് ശിക്ഷ എന്തായിരിക്കുമെന്ന്. അപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, ചിലപ്പോൾ ഭർത്താവിനെയും മകനെയും കൊന്നു കഴിഞ്ഞിട്ടുണ്ടാവും, കൊന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ശിക്ഷ വേണമെന്ന് അവർ സ്വയം വന്ന് കോടതിയോട് പറയുന്നതായിരിക്കാം എന്നിങ്ങനെയുള്ള പല പല അഭിപ്രായങ്ങൾ പലരും ആ കോടതിയുടെ മുന്നിൽ പറയുന്നുണ്ട്. അങ്ങനെ വിന്ധ്യ കോടതിയുടെ അകത്തെത്തുകയും താൻ ഒരു ചെറുപ്പക്കാരനും ഒരു പയ്യനാണ് സ്മോക്കിങ്ങും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ കഥയിലെ നായികയായ ചൈത്രയുടേത് ഒരു ഹാപ്പി ഫാമിലിയാണ്. അമ്മയും അച്ഛനും അനിയനും ഉണ്ട്. അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചൈത്രയുടെ കൂട്ടുകാരി വിളിക്കുകയാണ്, ഒരു പാർട്ടിയുണ്ട്, പബ്ബിൽ വെച്ച് നടക്കുന്നൊരു പാർട്ടിയുണ്ട്, അപ്പോൾ അതിന് നീ എന്തായാലും വരണമെന്ന് പറയുകയാണ്. അപ്പോൾ ചൈത്ര പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, നാളെ എനിക്ക് ഡിബേറ്റും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്, ഒത്തിരി പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചൈത്രയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നിനക്കൊരു റിലീഫ് കിട്ടും, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ചൈത്ര പോകുന്നുണ്ട്. ചൈത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ പബ്ബിൽ വെച്ച് വികാസും ഫ്രണ്ട്സും ചൈത്രയും കൂട്ടുകാരെയും പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചൈത്ര നേരെ വീട്ടിലേക്ക് കാറിൽ വന്ന് ഇറങ്ങുന്നതാണ്. കാറിൽ വന്ന് ഇറങ്ങുന്ന ചൈത്ര വളരെ ക്ഷീണിതയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും മിണ്ടാതെ, അച്ഛനോടും അമ്മയോടും അനിയനോടും ഒന്നും മിണ്ടാതെ നേരെ പോവുകയാണ്. നേരെ ചെന്ന ബാത്റൂമിൽ ചെന്ന് ഷവറിൻ്റെ അടിയിൽ ചെന്ന് നിന്ന് ചൈത്ര ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊട്ടിക്കരയുന്നതിൻ്റെ ഇടയിൽ ചൈത്ര ഓർത്തെടുക്കുന്നുണ്ട്, പബ്ബിൽ വെച്ചിട്ട് കണ്ട വികാസും ഫ്രണ്ട്സും ഒരു കാറിൽ വെച്ചിട്ട് ചൈത്രേനെ മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ചൈത്ര ഓർത്തെടുക്കുന്നത്. തരത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ചൈത്ര റൂമിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ചൈത്രയുടെ കൂട്ടുകാരി ചൈത്രേനെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ചൈത്ര, ഞാൻ ഒരു വീഡിയോ കണ്ടു, ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊരു വീഡിയോ കണ്ടു, അത് നീ ആയിരിക്കില്ലല്ലോ അല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ചൈത്ര വേഗം നോക്കുകയാണ് വീഡിയോ. അങ്ങനെ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ചൈത്രയും വികാസ് എന്ന് പറയുന്നൊരു പയ്യനും കൂടെ കിസ് ചെയ്യുന്ന പോലത്തെ ഒരു സീനാണ് കാണുന്നത്. ചൈത്ര അത് കണ്ടതും പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ അവളത് ഓർത്തെടുക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. ചൈത്രയും കൂട്ടുകാരിയും കൂടെ പബ്ബിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചൈത്ര പറയുന്നുണ്ട്, അച്ഛൻ വരുന്നത് വരെ നീ പബ്ബിൻ്റെ മുന്നിൽ തന്നെ വെയിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് പോകുന്നതാണ് കാണിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചൈത്ര ഡിന്നർ ടേബിളിലേക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ അനിയൻ്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ചൈത്ര വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്,
നീ ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കൊണ്ടുവച്ചത് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, എന്തു പറ്റി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചതും സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചൈത്ര അമ്മയോട് തുറന്ന് പറയുകയാണ്. പാർട്ടി കഴിഞ്ഞ് വികാസും ഫ്രണ്ട്സും ചൈത്രേനെ അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല സുഹൃത്തുക്കളാണ് എന്ന് കരുതിയിട്ട് ചൈത്ര അവരുടെ കൂടെ കാറിൽ കയറുന്നുണ്ട്. അങ്ങനെ അവർ നേരെ കാറിൽ കയറിയിട്ട് ഒരു ബേക്കറിയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ബേക്കറിയിൽ നിന്നും അവർ 5 സ്വീറ്റ്സ് വാങ്ങിക്കുന്നുണ്ട്. ആ സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ആ കാറിൽ നിന്നും അവർ മറ്റൊരു കാറിലേക്ക് പോവുകയാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞപ്പം അവർ ചൈത്രയോട് പറയുന്നുണ്ട്, ഈ കാറ് ഫ്രണ്ട്സിൻ്റേതാണ്, ആ കാറ് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് ആ കാറിൽ പോവാം എന്ന് പറഞ്ഞ് മറ്റൊരു കാറിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ കാറിൽ കയറിയൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും മാറുകയാണ്. അപ്പോൾ ചൈത്ര പറയുന്നുണ്ട്, എനിക്കിതൊന്നും കംഫർട്ടബിൾ അല്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല, നിങ്ങൾ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്, ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വികാസും ഫ്രണ്ട്സും അതൊന്നും കേൾക്കുന്നില്ല. വികാസും ഫ്രണ്ട്സും അവളെ വീണ്ടും മിസ്ബിഹേവ് ചെയ്യാണ് അവളോട്. അങ്ങനെ അവരുടെ അടുത്ത് മാക്സിമം എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് 5 പേരും അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും അനിയനും ആകെ തകർന്നു പോയി. അങ്ങനെ അമ്മ പറയുന്നുണ്ട്, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചൈത്ര പറയുന്നത്, വേണ്ട അമ്മ, നമുക്ക് ഡോക്ടറെയൊന്നും കാണണ്ട, നമുക്ക് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് പറയുന്നുണ്ട്, മോളെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചൈത്രയ്ക്ക് കറക്റ്റായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ചൈത്രേനെ ഒരു സെൻറ്ററിലേക്ക് വിടുന്നുണ്ട്. അവിടെ കുറച്ച് സ്റ്റാഫും പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. അവർ ഇവളെ ഹെൽപ്പ് ചെയ്യും, പറയാൻ വേണ്ടിയിട്ടും ഒന്ന് മെൻ്റൽ ഹെൽത്തൊക്കെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടെ അവിടെ എത്തുകയാണ്. അപ്പോൾ ഒരു ലേഡി പോലീസ് ഓഫീസറുണ്ട്. അവർക്കൊരു കോൾ കിട്ടുന്നുണ്ട്, ഇങ്ങനെ ചൈത്രയും ഫാമിലിയും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഓക്കെ, അകത്തേക്ക് കടത്തിവിടാൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ ലേഡി പോലീസ് ഓഫീസർ നേരെ ചെന്ന് ചൈത്രയുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാണ്. സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചൈത്ര ഈ ലേഡി പോലീസ് ഓഫീസറോടും മറ്റൊരു ലേഡി ഓഫീസറുണ്ട് അവരുടെ അടുത്തും തുറന്നു പറയുകയാണ്. അങ്ങനെ അവരെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ഒരു പ്രസ് മീറ്റാണ്. പ്രസ് മീറ്റിൽ കാണിക്കുന്നത് ഇവർ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു, കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഈ 5 പേരെയും പോലീസ് ഓഫീസേഴ്സ് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തു. 5 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ഒരു പ്രസ് മീറ്റാണ്. പ്രസ് മീറ്റിൽ നമ്മുടെ പോലീസ് ഓഫീസർ വളരെ സത്യസന്ധനായൊരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതൊരു സെൻസേഷണൽ ന്യൂസ് മാത്രമായിരിക്കും, ഇതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു വീഡിയോ കാണിക്കുന്നതാണ്. മുമ്പ് ഒരു ക്രൈം നടന്നിട്ടുണ്ടായിരുന്നു. ടീനേജായിട്ട് 18 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യൻ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച് മറ്റൊരു വണ്ടിയിൽ കൊണ്ടിടിക്കുകയാണ്. ആ കൊണ്ടിടിച്ച വണ്ടിയിൽ ഒരു ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഫാമിലിയിൽ 4-5 പേരിൽ ഒരു ചെറിയ പെൺകുട്ടി അടക്കം ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രസ് മീറ്റിൽ പത്രത്തിലും കാര്യങ്ങളും ആ സമയത്ത് ആ ന്യൂസ് കണ്ടു എന്നതല്ലാതെ അതിനുശേഷം അവർ പോയിട്ട് ക്രൈം സീനിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ വികാസ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിന്ധ്യാർട്ടിൽ എത്തിക്കഴിയുമ്പം അവർ തന്നെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് പോലീസ് ഓഫീസേഴ്സിന് കിട്ടുന്നുണ്ട്. അത് കൂടെ കണ്ടും ഫോറൻസിക് റിപ്പോർട്ടും കിട്ടിയ ജഡ്ജ് ഇവർ 5 പേർക്കും വികാസും വിന്ധ്യയോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൾ പറയുകയാണ്, എനിക്കൊരു അമ്മയാണെന്ന് പറയാൻ പോലും യോഗ്യതയില്ല, അതുകൊണ്ട് തന്നെ ഞാനും ഇനി കുടിക്കുകയാണെന്ന് പറഞ്ഞ് വിന്ധ്യ പലപ്പോഴായി കുടിച്ചു. അങ്ങനെ കുറേ ദിവസം വിന്ധ്യ ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, മദ്യപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് അവസാനം വികാസ് പറയുന്നുണ്ട്, ശരി ഞാൻ എക്സാം എഴുതിയാൽ പോരെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും മദ്യപാനവും ഡ്രഗ്സും എല്ലാം നിർത്തി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അങ്ങനെ നാളെ അവന് എക്സാമാണ്. അവസാനത്തെ ദിവസം അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും കാണാണ്ട് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മാറി, അവരെല്ലാം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നൊക്കെ മാറി. അങ്ങനെ അവർ നാളെ എക്സാമായിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൻ ധീരജ് എന്ന് പറഞ്ഞ അന്ന് കുറ്റം ചെയ്ത 5 പേരിൽ ഒരാളെ കാണുന്നത്. അവൻ പറയുന്നുണ്ട്,
നമ്മൾ എല്ലാവരും 5 പേരും അകത്താവാനും ശിക്ഷിക്കപ്പെടാനും ഉള്ള കാരണം നിൻ്റെ അമ്മയാണ്. കാരണം അന്ന് നീ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത നിൻ്റെ ഫോണും ആ വീഡിയോസും പോലീസിന് കൈമാറിയത് നിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ശിക്ഷിക്കപ്പെട്ടത്. സത്യത്തിൽ 20 വർഷം ഇങ്ങനെ ഇനി പരോളുമായിട്ട് നടക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എല്ലാത്തിനും കാരണം നിൻ്റെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാലം അമ്മയോട് കാണിച്ച സ്നേഹവും കാര്യവും എല്ലാം വികാസിന് മറന്നു പോവുകയാണ്. വികാസിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അങ്ങനെ വികാസ് നേരെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും വികാസിൻ്റെ വണ്ടി വന്നിരിക്കുകയാണ് സാഹിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വികാസും സാഹിലുമായിട്ട് ചെറിയൊരു അടിയൊക്കെ നടക്കുന്നുണ്ട്. ആ അടീൻ്റെ ഇടയിൽ ഒരു വണ്ടി ഇടിച്ച് സാഹിൽ മരണപ്പെടുന്നുണ്ട്. രാവിലെ 9 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം സെൻറ്ററിൻ്റെ മുമ്പിൽ വിന്ധ്യ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി മുഴുവൻ അവർ വികാസിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും വികാസിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ വികാസിനെ കണ്ടെത്തിയില്ല. രാവിലെ ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ വിന്ധ്യ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വികാസ് വന്നില്ല. അടുത്തത് കാണിക്കുന്നത് വികാസിനെ തിരിച്ച് പരോളൊക്കെ കഴിഞ്ഞ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സീനാണ്. അപ്പോൾ നമ്മുടെ ഈ പോലീസ് ഓഫീസർ വന്നിട്ട് പറയുന്നുണ്ട് വികാസിൻ്റെ പരോൾ 2 ആഴ്ചത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട്. ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിനക്ക് ഡൽഹിയിൽ അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് നിനക്ക് അറ്റൻഡ് ചെയ്യാം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നീ ഈ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് പെർമിഷൻ വാങ്ങിക്കണം. അതായത് ജില്ലാ കളക്ടറുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വികാസ് പോവുകയാണ്. വികാസ് ചെന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നേരെ മുന്നിൽ തനിക്ക് പെർമിഷൻ തരാൻ ഇരിക്കുന്ന കളക്ടറെ കണ്ടതും വികാസ് ഞെട്ടിപ്പോവുകയാണ്. അത് ചൈത്രയായിരുന്നു. പണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് അവർ റേപ്പ് ചെയ്ത അതേ കേസിൽ ചൈത്രയായിരുന്നു അവിടെ കളക്ടറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. വികാസിൻ്റെ ഫയൽ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന വേറൊരു ലേഡി ഓഫീസറും മറ്റൊരു ഉദ്യോഗസ്ഥരും പറയുകയാണ് ഇവൻ ഇതിനു മുമ്പ് ഒരു റേപ്പ് കേസിൽ പ്രതിയാണ്, ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചൈത്ര ഡീറ്റെയിൽസൊക്കെ നോക്കുന്നുണ്ട്. അവനോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വികാസിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അവൻ കരയുന്നുണ്ട്. പക്ഷേ ചൈത്ര ചോദിച്ച എല്ലാ ചോദ്യത്തിനും വികാസ് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയുകയാണ്. അങ്ങനെ എല്ലാത്തിനും അവസാനം വികാസിന് പോകാനുള്ള പെർമിഷൻ ചൈത്ര അപ്രൂവ് ചെയ്യാണ്. ആ ഫയലും വാങ്ങി തിരിച്ച് വികാസ് കരഞ്ഞുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ ഇരിക്കുന്ന അമ്മേൻ്റെ കാലിലേക്ക് അവൻ വീണ് കരയുന്നുണ്ട്. അങ്ങനെ നേരെ അമ്മ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിന്ധ്യയും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇനി കാണിക്കുന്നത് ഒരു കോടതി രംഗമാണ്. അതിനിടയിൽ ഒരു കോടതി രംഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിന്ധ്യ പറയുന്നുണ്ട് ഇവർ ഒക്കെ ചെയ്ത തെറ്റ് അവർ മാത്രം ചെയ്ത തെറ്റല്ല, അവനൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ ഒരു പരിധിക്ക് അപ്പുറത്ത് കഴിഞ്ഞപ്പോൾ അവന് വേണ്ടി ചിലവഴിക്കാനുള്ള സമയം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പാരൻസിനാണ്. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കേണ്ടത് എന്നെയാണ്. അതുകൊണ്ട് എന്നെ ശിക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവളങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വികാസിൻ്റെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് അതിൻ്റെ പകുതി തെറ്റ് ചെയ്തത് ഞാനാണ്. ഈ കേസിൽ പ്രതിയായിട്ട് എൻ്റെ പേര് എവിടെയും വന്നിട്ടില്ല. എന്നാലും ഈ കേസിൽ പകുതി കുറ്റം ചെയ്തത് ഞാനാണ്. എന്നെയും ശിക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കോടതിയിൽ ഇരിക്കുന്ന ഓരോ പാരൻസും എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻ്റെ മകൻ മദ്യപിച്ച് നടക്കുകയാണ്, കാരണം ഞാൻ അവൻ്റെ മുമ്പിലിരുന്ന് മദ്യപിക്കുകയും അമ്മയെ തല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എൻ്റെ മകനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പാരൻസും എഴുന്നേറ്റ് നിന്ന് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ശിക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ജഡ്ജ് പറയാണ് ഓരോ പാരൻസിനെയും ശിക്ഷിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ ഇനിയൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജഡ്ജ് പറയുന്നുണ്ട് നമ്മൾ ഈ ടീനേജേഴ്സ് ചെയ്യുന്ന ഓരോ തെറ്റിൻ്റെയും ഉത്തരവാദിത്വം അവരുടെ പാരൻസിനാണ്. അതുകൊണ്ട് തന്നെ പാരൻസ് നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറ നല്ല രീതിയിൽ വളരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ വളർത്താം എന്ന് പറഞ്ഞ് കോടതി അവരെ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ട്. വികാസിനും താൻ ചെയ്ത തെറ്റ് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ഇത്രയധികം തെറ്റ് ആ പെൺകുട്ടിയോട് ചെയ്തിട്ടും അവൾക്ക് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാമായിരുന്നു. എന്നാലും അവൾ അത് അപ്രൂവ് ചെയ്ത് അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് അവൻ വീണ്ടും എക്സാം എഴുതാൻ പോവുമായിരിക്കും. അങ്ങനെ ഇതോടെയാണ് ഈ സീൻ കഴിയുന്നത്. ഇതോടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അങ്ങനെ വികാസ് അമ്മയുടെ കൂടെ എക്സാം എഴുതാനൊക്കെ പോവുമായിരിക്കും. അങ്ങനെ ഈ സീനോടെ വികാസും അമ്മയും കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനോടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ യൂഫോബിയ എന്ന മൂവി എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടിട്ട് കാണാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ജിയോ ഹോട്ട്സ്റ്റാർ എന്നത് ഇത് കാണാവുന്നതുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ.